അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ വിശാഖപട്ടണം ഏതാ സബ്മറൈൻ സബ്മറൈൻ ഇതൊക്കെ കാണും. ഇവിടെ കുറച്ച് മ്യൂസിയം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി സോറി രാവിലെ ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഇന്ന് കുറച്ച് ഡെസ്റ്റിനേഷൻസ് വെച്ചിട്ടുണ്ട് ഇവിടെ വിശാഖപട്ടണത്ത്. എവിടേക്കാണ് ഇന്ന് ഫസ്റ്റ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന ആർ കെ ബീച്ച്. പിന്നെ അതിൻ്റെ സൈഡിൽ നമ്മുടെ സബ്മറൈൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണണം. അവിടെ തന്നെ ഒരു എയർക്രാഫ്റ്റ് മ്യൂസിയം ഉണ്ട്, അതും കാണണം. പിന്നെ ഒരു കൈലാസഗിരി എന്ന് പറഞ്ഞിട്ടൊരു ഹില്ലുണ്ട്. ട്രക്കിംഗ് ആണോ? ട്രക്കിംഗ് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയാൻ പാടില്ല. അതിൻ്റെ മേലിൽ മറ്റേ റോപ്പ് വേ ഒക്കെ ഉണ്ട്. ഈ ആർ കെ ബീച്ചിട്ട് ഒരു റോപ്പ് വേ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് കയറുക. പിന്നെ അവിടെ നിന്ന് തിരിച്ച് വന്നിട്ട് പോണ വഴിക്ക് നമുക്ക് ഒരു ബുദ്ധിസ്റ്റ് കേന്ദ്രം ഉണ്ട്, അതും കൂടി കയറിയിട്ട് കവർ ചെയ്തു. ഇവിടെ നമ്മൾ സ്ട്രൈറ്റ് പിന്നെ പോകുന്നത് നേരെ ഭുവനേശ്വരമാണ്. വിശാഖപട്ടണത്തിൽ നിന്ന് ഭുവനേശ്വരമാണ് നമ്മളിന് അടുത്ത തന്നെ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. 16 കിലോമീറ്റർ ഇവിടെ നിന്ന് ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട്. 16 കിലോമീറ്റർ ഉണ്ട് നമ്മൾ ടോട്ടൽ പോയി കറങ്ങി വരാണ്. ഏകദേശം നമ്മളൊരു 3 മണിയൊക്കെ ചെത്താം. ഓക്കെ. ത്രോട്ട് കൊടുക്കണ്ട. കേരള സ്ട്രാവിട്ട് നോക്കണം അല്ലേ? പോയേക്കാം. എയർക്രാഫ്റ്റ് മ്യൂസിയം ആണല്ലേ? ലൊക്കേഷൻ അറിയാവാ? ബാബാ സാഹിബ് അംബേദ്കർ ബാബയുടെ സ്റ്റാച്ചു ഇല്ല. ഇന്നലെ നമ്മ നൈറ്റ് കറങ്ങാൻ വന്നപ്പോ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ? ലൈറ്റ് ഒക്കെ പിടിപ്പിച്ചേക്കണം. ഓ ഇതേ ബീച്ച് എത്തി നമ്മളിപ്പോ പോണ ബീച്ച് റോഡാണേ. ബാക്കി കാറാണ്. കാറുണ്ടോ? ഈ കമ്മിയല്ലേ മുരടി? ഗിയറിലാണോ? വിട്ടു ഗിയറിട്ടാണോ പോണ? വിശാഖപട്ടണം ബീച്ച് കുറെ വലിയ കെട്ടിടങ്ങളാണ് ഇന്ന് ഓപ്പോസിറ്റ്. നോക്കി എടുക്കണേ, വിരളി പിടിച്ചോരാ. ഓഹോ, പാർക്കിംഗ് ചെയ്യണ്ടേ ഇവിടെ? ഇവിടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ രാമകൃഷ്ണ ബീച്ച്. ഇതാണ് രാമകൃഷ്ണ ബീച്ച്. ഇതെന്താണ് സനാൻഡ്രിയാസാ? സനാൻഡ്രിയാസ് ഗെയിം കളിച്ചോർക്കറ. ഇത് നോക്കിയേ ഏടാ ഓനെ. കൂടി പോയി പോട്ടാ. പെട്രോൾ പെട്രോൾ മോഡിഫിക്കേഷൻ ചെയ്യിച്ചരാ? മോഡിഫിക്കേഷൻ ചെയ്യാം. വെറുതെ ഇത് സൈഡ് മൊത്തം വെറുതെ ടങ്ങേറാക്കി ആർട്ട് ചെയ്ത് വെച്ചാൽ കാണാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ താല്പര്യവും ഇഷ്ടമൊക്കെ. മൊത്തം വരച്ചിട്ടേക്കണേ ഒരു വലിയ ഏരിയ മൊത്തം. ഇതിന്റെ ഈ ബീച്ചിന്റെ സൈഡിലുള്ള ഏരിയ മൊത്തം ടങ്ങേറാക്കി വെച്ചേക്കണേ. ബീച്ച് കണ്ടിട്ടാണ് എനിക്ക് പറയാനും പറ്റില്ല. അയാളവിടെ നിന്ന് അവർക്ക് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ, അയാൾ ഡീൽ ചെയ്തോളൂ. ശരില്ല, വെറുതെ വിഷയം. ഈ കാറ്റ് നല്ല കാറ്റുണ്ട്, പട്ടം പറത്താം നമുക്ക്. അത്രയും കാറ്റുണ്ട്. കൊള്ളാല്ലേ? ഇപ്പൊ എന്ത് വെച്ച് എന്തോ ട്രാക്ടർ വെച്ച് പഠിച്ചു വെച്ചേക്കണൊക്കെ പോലെ. നാളെ എനിക്ക് തോന്നുന്നു
മറ്റേ ഇതായിരിക്കും, വേസ്റ്റ് ഇട്ടിട്ട് രാവിലെ ഇതെല്ലാം കൂടി കോരി കൊണ്ടുവന്നിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല. ഇനി എന്തായിരിക്കും ചെയ്തേക്കണേ. വണ്ടി ഓടണം, ട്രാക്ടർ എന്തോ ഓടിയിട്ടുണ്ട് ഈ വഴി. ഞാൻ കുറച്ചും പറഞ്ഞ പോലെ തന്നെ ഇത് മറ്റേ വേസ്റ്റ് ക്ലിയർ ചെയ്യണം, മണ്ണിൽ നിന്ന് വേസ്റ്റ് ക്ലിയർ ചെയ്യുന്ന തന്നെ അവർ ട്രാക്ടറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നത് വേസ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണമെന്നാണ്. കറക്റ്റ് അതുപോലെ തന്നെ ശരിക്കും എന്താ സംഭവം അവിടെ? അവിടെ എന്തോ വൈകിട്ടെന്തോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. 3 മണി മുതൽ 5 മണി വരെ എങ്ങാണ്ട് പരിപാടി കയറാൻ പറ്റുമോ? വൈകിട്ട് ഓപ്പൺ ആവുള്ളൂ പറഞ്ഞു. അതിന് ഒരു വട്ടം കൂടി അടിക്കണ്ടല്ലേ? അവിടെ ഇല്ല, അവിടെ എന്തിനാണ് ആ ബിൽഡിങ്ങിൽ ഡോൾഫിനാ ഷാർക്കായിരുന്നു അത് ബിൽഡിങ്ങിൽ വെറുതെ പണിത് വെച്ചേക്കണം. ഈ ബീച്ചിന്റെ സൈഡ് കാരണം ഇത് ഹോട്ടലിൽ വേസ്റ്റ് എടുത്തിട്ട് പോകണം. എവിടെ ഫോട്ടോ വെച്ച് അത് പായലെടുക്കാനാ? എന്തായാലും വേസ്റ്റ് എടുത്ത് കളയണ്ട. വന്നവര് മുഴുവൻ ആ ചീഞ്ഞ പായലിലെ മണവും കൊണ്ടല്ലോ നിൽക്കണം. പക്ഷെ അവിടെ ഇറക്കാൻ പറ്റത്തില്ലല്ലോ. അവിടെ എങ്ങനെ ഇറക്കും, എങ്ങനെ കയറ്റും? കല്ലല്ലേ മൊത്തം ഇട്ടേക്കാം. കുറച്ച് സൈഡ് ഉണ്ടല്ലോ. ഇവിടെ കുറെ ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ, നിറച്ച് ഫോട്ടോഗ്രാഫർമാരുടെ മേലെ ഇവിടെ. ഇത് ഇപ്പൊ ഈ രാവിലെ തന്നെ അതൊരു വർക്കിംഗ് ഡേയിൽ ഇത്രയും ക്രൗഡ്. അപ്പൊ ഇന്നലെ സൺഡേ, അപ്പൊ ഇവിടെ എന്തോരം ആൾക്കാരുണ്ടോ, ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പരിസരം കണ്ടെത്താൻ മനസ്സിലാവും. പക്ഷെ എനിക്ക് നമ്മളെടുക്കണം, ഇതിനകത്ത് കാണാൻ പറ്റില്ല. പിന്നെ കാണാം ഒട്ടേക്ക്, രാജസ്ഥാനിൽ നിന്ന് ഇറക്കി ഒട്ടേക്ക്. ഇത് ഇത്ര അടുത്ത് കാണാൻ ഞാൻ ആദ്യം ഇവരൊക്കെ ഇവിടെ എങ്ങനെ ഇത്ര സമാധാനത്തോടെ കിടന്ന് ഉറങ്ങണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ നാട്ടിലുണ്ട്, എന്റെ കാലിൽ ഗ്രിപ്പില്ലാതെ. ഇവിടത്തെ കാഴ്ചകൾ സമാപിച്ചിരിക്കുന്നു. നേരെ നമുക്ക് സമ്മറൈൻ മ്യൂസിയം പോണ വഴിക്ക് ഏതാണ് ആദ്യം കാണാൻ അവിടെ കയറാം. അതെ, ഇത്രയാണ് RK ബീച്ചിലെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് എന്താണ് വണ്ടി ഇട്ടെടുത്തുനിന്ന് ഇത്തിരി ഒരു റോപ്പ്, ഒരു സൈറ്റാണ് തോന്നുന്നു, റോപ്പ് സൈറ്റ് ആയിരിക്കും. അവിടം വരെ പോകുള്ളൂ. ഇനി നമുക്ക് അടുത്തത് സബ്മറൈൻ പിടിക്കും. വെട്ടം ഭയങ്കര കുറവാണ്. ഇതിനൊക്കെ സബ്മറൈൻ, അതിൻ്റെ അടുത്ത് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് എയർക്രാഫ്റ്റിലെ, അവിടെയും കൂടി കാണാം നമുക്ക്. പോവാം. സബ്മറൈൻ കട്ട് ചെയ്യാൻ പറ്റുമോ? അതിന്റെ റൈറ്റ് സൈഡിലാ ഇതാണ് സബ്മറൈൻ. അതൊക്കെ കയറാൻ പറ്റില്ല. അവിടെ കട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇവിടെ കട്ട് ചെയ്യാം. കയറ്റാൻ പറ്റും. ഇത് ഡബിൾ ഡെക്കർ സൈഡിൽ കളിക്കും. കേട്ടാ പറ്റുമോ? മതി. പാർക്ക് ചെയ്യാവാ നമുക്കിവിടെ. ഇതാണ് സമ്മറി. കിട്ടിയ പരിപാടി. ഇതാണ് നമ്മുടെ സബ്മറൈൻ. ഇത് നമുക്കിവിടെ ഈ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് എൻട്രി ഉള്ളത്. 4 സൈഡിൽ 4 ഇതുണ്ട്. ഇവിടെ സബ്മറൈൻ കാണണം, ഇവിടെ മ്യൂസിയം ഉണ്ട്, അവിടെ ഹെലികോപ്റ്റർ മ്യൂസിയം ഉണ്ട്. ഇത് 3 കൂടി കാണാന് 200 രൂപയും. ഇവിടെ വണ്ടി ഇടാൻ പറ്റില്ല, ട്രാഫിക് പോലീസ് ഇവിടെ ഫൈൻ അടിക്കും. നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്ത് കൊണ്ട് പാർക്ക് ചെയ്യാൻ പറ്റും, അപ്പുറത്തെ സൈഡ് പാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. എൻ്റെ ശ്രീരാജ് ഷോട്ട്. നമ്മൾ RK ബീച്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ
മ്യൂസിയത്തിൽ കയറണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കാം, പക്ഷെ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല. ഇവിടെ ബാങ്ക് അടുത്തെങ്ങുമില്ല. ഇവിടെ ഒരു ATM നോക്കി പോണേ, കയ്യിൽ പൈസ വെച്ചിട്ട് മാത്രം ഇങ്ങോട്ട് വരിക, എനിക്ക് പണി കിട്ടും. അവിടെ കൊടുക്കണം 200 രൂപ എല്ലാം ഒരു ഇതിലാണ്, ഒരു കാർഡ് പേയ്മെന്റ് ഒന്നുമില്ല, നമ്മൾ പൈസ ആയിട്ട് തന്നെ കൊടുക്കണം. കടകളിൽ പോലും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ്. കർണാടകയിൽ മറ്റേ GPay നിരോധിച്ച പോലെ ഇവിടെ അങ്ങനെ ഉണ്ടോന്നറിയില്ല. അങ്ങനെയാണല്ലോ നടന്നിട്ടെ. നടക്കണം. യെസ്. ഒരാൾക്കല്ലേ ഇത്? ഒരഡൽറ്റിന് അല്ലേ? അല്ലേ? സബ്മറൈൻ മാത്രം കാണുന്നതിന് 100 രൂപ. സബ്മറൈൻ മാത്രം കാണാൻ 100 രൂപ. ബാക്കി അഡൽറ്റിന് 4 പീസും കൂടി 200 രൂപ. കൊച്ചുങ്ങൾക്ക് പിള്ളേർക്ക് 4 മുതൽ 10 വയസ്സ് വരെയൊക്കെ 120. സ്കൂൾ പിള്ളേർക്ക് 40 രൂപ. ക്യാമറ മൊബൈലിന് 200 രൂപ. വീഡിയോ ക്യാമറ 100 രൂപ. കണ്ട, വീഡിയോ ക്യാമറക്ക് മൊബൈലിന് 200 രൂപ. അപ്പോൾ എക്സ്ട്രാ കൊടുക്കണ്ടേ? അപ്പോൾ ഊർജ്ജല്ലേ അതിൽ കൂടി നോക്കിയിട്ട് ഇത് കിടന്നുറങ്ങണം. സ്ലീപ്പിംഗ് കിടില നിലം. എനിക്ക് തോന്നുന്നു ഇത് പുറത്തു വരുന്ന ഷോ ആണ്. ഇത് ഫുഡ് കഴിക്കുന്ന സ്ഥലം അല്ലേ? ഇത് സ്യൂട്ടും കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. പരിപാടി ഇവിടെയാണ് കുക്കിങ്ങും പരിപാടിയൊക്കെ വെച്ചാൽ ചെറിയ വഴി കേട്ടോ. ഇവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങണം, തല ഇടിക്കാണ്ട് നോക്കണം. ഇത് അടിയിലെത്തി, സബ്മറൈൻ്റെ താഴത്തെ ഒരു ഇതിലെത്തി. ഇത് 5 റൂമാ. ഇത് രക്ഷയില്ല കേട്ടോ. ഇതെന്താണ്? മെയിൻ ഡീസൽ സെൻറ്റർ ബാറ്ററി ചാർജിങ് എഞ്ചിൻ. ഇത് എഞ്ചിനാണ്. കമ്പാർട്ട്മെന്റ്, അടുത്ത കമ്പാർട്ട്മെന്റ് ഇട്ട് കയറി. 6 കമ്പാർട്ട്മെന്റ് ഉണ്ട് അതിനകത്ത്. പിന്നെ നീട്ടം കണ്ടില്ലേ നീ? എങ്ങനെയുണ്ട് മലയാളി? ഇതാണ് സബ്മറൈൻ കുർസുറ. ഇത് 1971 ഇന്ത്യ പാക് യുദ്ധത്തിന് വേണ്ടി നമ്മുടെ നേവി ഉപയോഗിച്ചതാണ്. ഇത് 32 വർഷം നമ്മുടെ ഇന്ത്യൻ നേവി ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ വിശാഖപട്ടണത്ത് ഇത് കൊണ്ടുവന്ന് വെച്ചു അല്ലേ അണ്ണ? അതെ അതെ അതെ. അതിൻ്റെ ഒരു സ്മാരകം പോലെ.